ഹായ് നമസ്കാരം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കാനുള്ള നിയമത്തിന് ഇറാഖ് പാർലമെന്റിൽ നിയമം അവതരിപ്പിച്ച് ഇറാഖ് നീതിന്യായ മന്ത്രാലയം. ഇറാഖ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു ബിൽ ലോകവ്യാപകമായ ജനരോഷത്തിനും വലിയ ആശങ്കയ്ക്കും വഴിവെക്കുന്നതാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സായി നിജപ്പെടുത്താനുള്ള ഉദ്ദേശവുമായി ഇറാഖ് ജസ്റ്റിസ് മന്ത്രാലയം അവതരിപ്പിച്ച ബില്ലാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. പെൺകുട്ടികളുടെ നിയമപരമായ വിവാഹപ്രായം 18 വയസ്സിൽ നിന്നും വെറും 9 വയസ്സായി കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇറാഖ് പാർലമെന്റിൽ നടക്കുന്നത്. ഇറാഖ് നീതിന്യായ മന്ത്രാലയം അവതരിപ്പിച്ച വിവാദ നിയമനിർമ്മാണ ബില്ല് നിലവിൽ വിവാഹത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 ആയി നിജപ്പെടുത്തുന്ന രാജ്യത്തിന്റെ വ്യക്തിഗത നിയമത്തിൽ ഭേദഗതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്. മറ്റൊരു ഭീകരമായ മനുഷ്യാവകാശ ലിംഗനീതി പ്രശ്നവും ഇറാഖ് ജസ്റ്റിസ് മിനിസ്റ്ററി മുന്നോട്ട് വെക്കുന്ന നിയമത്തിലുണ്ട്. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികൾക്ക് അവസരമൊരുക്കാൻ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പുതിയ ഭേദഗതി ബില്ല്. മതാധികാരികൾ വിഷയത്തിൽ തീരുമാനമെടുക്കണോ അതോ സിവിൽ ജുഡീഷ്യറി തീരുമാനമെടുക്കണോ എന്ന കാര്യത്തിൽ പൗരന് തീരുമാനമെടുക്കാൻ അവസരം നൽകുന്നതാണ് പുതിയ ബില്ല്. അതായത് വ്യക്തിഗത നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതികൾക്കും നീതിന്യായ വ്യവസ്ഥകൾക്കും അപ്പുറം മതാധികാരികൾ ന്യായം വിധിച്ചാൽ മതിയെന്ന് പ്രതിക്കോ വാദിക്കോ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. വിവാഹമോചനം, അനന്തരാവകാശം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ വെട്ടിക്കുറക്കുന്നതിന് ഈ നിയമം ഇടയാകുമെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ബില്ല് ഇറാഖ് പാർലമെന്റ് പാസാക്കിയാൽ 9 വയസ്സ് മുതൽ പെൺകുട്ടികളുടെ നിയമപരമായ വിവാഹം സാധ്യമാകും. ഒരാൾക്ക് ചോദ്യം ചെയ്യാനാവാത്ത വിധം ബാലവിവാഹം നിയമ സാധുത നേടും. ആൺകുട്ടികളുടെ വിവാഹപ്രായം 15ആയും നിജപ്പെടുത്താനാണ് ഇറാഖ് ശ്രമിക്കുന്നത്. ബാലവിവാഹവും കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമവും നിയമസാധുത നേടുമെന്ന ഭീകരവശം കൂടിയാണ് ഇറാഖിലെ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമത്തിലുള്ളത്. ഈ പിന്തിരിപ്പൻ നീക്കം സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗസമത്വവും ഊട്ടിയുറപ്പിക്കുന്നതിൽ ശതാബ്ദങ്ങളായി ഉണ്ടാക്കിയ പുരോഗതിയെ തുരങ്കം വെക്കുന്നതാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ക്ഷേമം എന്നിവയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. മനുഷ്യാവകാശ സംഘടനകളും വനിതാ സംഘടനകളും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും ബില്ലിനെ ശക്തമായി എതിർത്തു. മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ശൈശവ വിവാഹം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കൊഴിഞ്ഞുപോക്ക്, നേരത്തെയുള്ള ഗർഭധാരണം, ഗാർഹിക പീഡനത്തിന്റെ ഉയർന്ന സാധ്യത എന്നിവയിലേക്ക് നയിക്കുമെന്നതിൽ തർക്കമില്ല. നിലവിൽ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ യുനിസെഫിന്റെ കണക്കനുസരിച്ച് ഇറാഖിലെ 28% പെൺകുട്ടികളും 18 വയസ്സിന് മുമ്പ് വിവാഹിതരായിട്ടുണ്ട്. ഇത്തരത്തിൽ പിന്നോട്ട് നടക്കുന്ന ഒരു രാജ്യമാണ് വീണ്ടും കാടൻ രീതി പിന്തുടരാൻ 9 വയസ്സിലേക്ക് വിവാഹപ്രായം ചുരുക്കാനും നിയമപരമാക്കാനും ശ്രമിക്കുന്നത്. ഈ നിയമം പാസാക്കുന്നതിലൂടെ ഒരു രാജ്യം പിന്നോട്ടാണ് നീങ്ങുന്നതെന്ന് മാത്രമാണ് കാണിക്കുന്നതെന്നും പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു ലക്ഷണവുമില്ലെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷകൻ പറയുന്നു.